നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 2024-2025 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഗ്രാമീണ വായനശാലയിലെ VKN സ്മാരക ഹാളിൽ വെച്ച് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M ഉദയൻ പദ്ധതി വിശദീകരണം നടത്തി. വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് എഴുന്നൂറ് പാതി, അതുപോലെ തന്നെ ക്ഷേത്ര റോഡ്, കയറ റോഡ് പോലുള്ള റോഡുകൾ, റോഡ് പോലെയുള്ള 4 റോഡുകൾ നല്ല നിലവാരത്തിൽ പണിയാൻ വേണ്ടി വൈദ്യുതി ഉപയോഗിച്ചുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന് വേണ്ടിയുള്ള പൈസ കൂടി ഈ വാർഷിക പദ്ധതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ കളക്ടർ ഈ വർഷം കഴിഞ്ഞ മാസം തൃശ്ശൂർ ജില്ലയിലെ ആകെ 1400 വാർഡുകളിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തും ഒക്കെയാണുള്ള 1400 വാർഡുകളിൽ നിന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 120 വാർഡുകൾ സെലക്ട് ചെയ്യപ്പെട്ടതിൽ 5 വാർഡുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഹരിതകർമ്മസേനയെ പ്രവർത്തനം മെച്ചപ്പെട്ടു പോകുന്നതിന്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ്, ആശാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP ഉമാശങ്കർ, K ബാലകൃഷ്ണൻ, R രഞ്ജിത്ത്, അനീഷ് കുമാർ, KT സുമതി, ദേവി, ഗിരിജ, പ്രശാന്തി രാമരാജൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖ B നായർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി പ്രാദേശിക സർക്കാരുകൾക്ക് അധികാര കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ പ്രദേശത്തിന്റെ സമസ്ത മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കാണാനും അതനുസരിച്ചുകൊണ്ട് വോട്ടർമാരായിട്ടുള്ള ഓരോ ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭരണ സംവിധാനമായി രേഖപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള അധികാരവും സംസ്ഥാന ഗവൺമെന്റിന്റെ നല്ലൊരു വിഹിതവും പണവും പ്രാദേശിക സർക്കാരുകൾ എന്ന രീതിയിൽ ത്രിതല പഞ്ചായത്തുകൾക്കും എത്തപ്പെട്ടിട്ടുള്ള ഒരു സമയത്ത് അതിന്റെ ഏറ്റവും സജീവമായ ഇടപെടലിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കേരളത്തിലെ ഇന്നത്തെ ദാരിദ്ര്യത്തിന്റെ തോത് എന്ന് പറയുന്നത് തന്നെ. എല്ലാ പാവപ്പെട്ടവരെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവർ അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യ പ്രശ്നം എന്താണ്, ആ ദാരിദ്ര്യ പ്രശ്നം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ വൈസ് പ്രസിഡന്റ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, കുടിവെള്ളമായാലും റോഡായാലും തിരുവില്ലാമല പഞ്ചായത്തിന്റെ പ്രശസ്തിയും മറ്റു പ്രദേശങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സാംസ്കാരിക തലത്തിലുള്ള പ്രവർത്തനങ്ങളായാലും വളരെ മനോഹരമായ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പദ്ധതി തയ്യാറാക്കാൻ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. A+ കാറ്റഗറിയിലേക്ക് ഉയർന്ന തിരുവില്ലാമല ഗ്രാമീണ വായനശാലയെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. നമ്മൾ തൃശ്ശൂർ ജില്ല അതിദരിദ്രമില്ലാത്ത ജില്ലയായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അതിദരിദ്രം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. 1% താഴെ. ആ അതിദരിദ്രമില്ലാത്ത കേരളം രൂപപ്പെടുത്തുമ്പോൾ, തൃശ്ശൂർ ജില്ല ആയി മാറുമ്പോൾ, തിരുവില്ലാമലയ്ക്കകത്ത് 30-ൽ പരം വരുന്ന അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നത് ഒരു പരിശോധനക്ക് വിധേയമാക്കേണ്ടതാണ്. ഇപ്പോഴും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഭരണസമിതിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ ഇപ്പോഴും കൃത്യമായ അറിവില്ലാത്തതുപോലെ ഇപ്പോഴും ഇന്നലെയും ഫോൺ നമ്പറുകളെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുണ്ടോ, അവർക്ക് വാസയോഗ്യമായ വീടുണ്ടോ, റിനോവേഷൻ ചെയ്യേണ്ട വീടുണ്ടോ എന്ന അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഈ ജില്ല അതിദരിദ്രരില്ലാത്ത ജില്ലയായി മാറുമ്പോൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരെ അതിൽ നിന്നും എങ്ങനെ കരകയറ്റാൻ കഴിയും? അതിന് വേണ്ടുന്ന ആവശ്യമായ ഫണ്ട് വകയിൽ തന്നെ വെച്ച ഫണ്ട് തന്നെ കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും ശേഷിയുള്ളവർക്ക്, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് അവരുടെ കാര്യനിർവഹണത്തിന് അവർ സ്വയം പര്യാപ്തരാണ്. നമ്മൾ നിസ്വന്മാരായ ഈ സമൂഹത്തിൽ ഒരു അരികു ചേർന്ന് നിൽക്കുന്ന പാവപ്പെട്ടവരായ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പറ്റാത്തവർ, സ്വന്തമായി മരുന്ന് വാങ്ങി കഴിക്കാൻ പറ്റാത്തവർ, ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനെ കാണുന്ന വാസ്തവ്യമല്ലാത്ത വീടുള്ളവർ, അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അതിദരിദ്രർ. അവരെ മാറ്റുക എന്നത് ആ കാര്യത്തിൽ തീർത്തും നമുക്ക് പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. റൈറ്റ് ന്യൂസ് തിരുവല്ലോമല.